ഹര ശങ്കര ജയ ജയ ശങ്കര ഹര ഹര ശങ്കര ജയ ജയ ശങ്കര ഹര ഹര ശങ്കര ജയ ജയ ശങ്കര. നമസ്കാരം പ്രിയ സജ്ജനങ്ങളെ, ഞാനിന്നുള്ളത് പാലക്കാട് ജില്ലയിലെ ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലാണ്. ക്ഷേത്രത്തിൻ്റെ മേൽശാന്തി ശ്യാം ചൈതന്യജിയാണ് എൻ്റെ കൂടെയുള്ളത്. നിളയുടെ തീരത്ത് അതിമനോഹരമായ 5 മൂർത്തികളുടെ ക്ഷേത്രം. എല്ലാവരും ഇവിടെ വന്ന് ദർശനം നടത്തേണ്ട മഹത്തായ ഒരു ക്ഷേത്രമാണിത്. പിതൃയജ്ഞം എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ നമ്മുടെ പാഠശാലയുടെ പ്രധാന കാര്യകർത്താവ് കൂടിയായ ആദർശ് ഇവിടെ ശാന്തിയായിട്ട് അദ്ദേഹത്തിൻ്റെ കർമ്മവും മേഖലയും ഇവിടെ തന്നെയാണ്. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് സനാതനധർമ്മത്തിൻ്റെ പഠനം ആചരണമെല്ലാം ഈയൊരു മഹത്തായ ക്ഷേത്രത്തിലൂടെ സാധ്യമാകുന്നുണ്ട്. അതിനൊപ്പം ഗൃഹേ ഗൃഹേ ആചാര്യ ദർശനം എന്ന മഹത്തായ ലക്ഷ്യവുമായിട്ട് 1,00,000 ഭവനങ്ങളിലേക്ക് ശങ്കരാചാര്യ സ്വാമികളുടെ വിഗ്രഹത്തെ എത്തിക്കുവാനുള്ള മഹായജ്ഞം കഴിഞ്ഞ വർഷം മുതൽ തുടങ്ങിക്കഴിഞ്ഞു. ഏകദേശം 12,000 വീടുകളിൽ അത് എത്തിക്കഴിഞ്ഞു. ഇനി അങ്ങോട്ട് എല്ലാ ഭവനങ്ങളിലും ആദിശങ്കരൻ്റെ വിഗ്രഹം ഉണ്ടാകണം. ദ്വൈത വേദശാസ്ത്രത്തിൽ നിന്ന് ഭാരതത്തിൻ്റെ ആത്യന്തികമായ അദ്വൈത വേദാന്തത്തെ പുനഃസ്ഥാപിച്ച ആ മഹാത്മാവിൻ്റെ ജീവിതത്തെ അറിയുവാനും പഠിക്കുവാനും 32ാമത്തെ വയസ്സിൽ സമാധിയാകുന്നതിന് മുമ്പ് ഭാരതം മുഴുവൻ കാൽനടയായി സഞ്ചരിച്ച് ഭാരതത്തിൻ്റെ ധർമ്മശാസ്ത്രത്തെ വീണ്ടും പുനഃസ്ഥാപിച്ച ആ മഹാത്മാവിനെ വേണ്ട രീതിയിൽ അറിയുവാനും മനസ്സിലാക്കുവാനുമുള്ളൊരു മഹായജ്ഞമാണ് ഈയൊരു ആചാര്യൻ്റെ വിഗ്രഹത്തിലൂടെ നമ്മുടെ ഭവനങ്ങളിൽ ലഭ്യമാകുന്നത്. ആ മഹാദൗത്യത്തെക്കുറിച്ച് ശ്യാംജി നമ്മളോട് 2 വാക്ക് പറയും. നമസ്കാരം. ആദിശങ്കരന്റെ ശിലാരൂപത്തിലുള്ള വിഗ്രഹം നമ്മുടെ വീടുകളിൽ എത്തിക്കുകയും ആ ആദിശങ്കരൻ രചിച്ച ഏതെങ്കിലും ഒരു കൃതി, തോടകാഷ്ടകം, നിർവാണ ഷഡ്ഗം, കനകധാര തുടങ്ങി ശിവാനന്ദ ലഹരി, സൗന്ദര്യ ലഹരി തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി 77 കൃതികളിലൂടെ നമുക്കറിയുന്ന ഈ ആദിശങ്കരന്റെ ജീവചരിത്രം നമുക്ക് പഠിക്കാനും 1 വയസ്സിനകത്ത് മലയാള ഭാഷയെ പൂർത്തീകരിക്കുകയും 7 വയസ്സിനകത്ത് സംസ്കൃത ഭാഷ പണ്ഡിതനാവുകയും അതിനുശേഷം 17ാമത്തെ വയസ്സിൽ അദ്ദേഹം ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം എഴുതുകയും 3 തവണ ഭാരതത്തെ നടന്ന് പ്രദക്ഷിണം ചെയ്ത ഒരു മഹാ സന്യാസി ശ്രേഷ്ഠൻ എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ ആ അദ്വൈത സിദ്ധാന്തത്തെ നമുക്ക് ആചരിക്കാൻ, പ്രത്യേകിച്ച് ഇന്ന് വരുന്ന ക്ഷേത്രങ്ങളുടെയും ശൈവ വൈഷ്ണവ ശാക്തേയ ഗാണപത്യ സൗര സമ്പ്രദായങ്ങൾ, സ്കന്ധം അടക്കം നമുക്ക് പ്രചരിപ്പിച്ച് പൂജാവിധികൾ നമുക്ക് കൃത്യമായി നൽകിയ ആചാര്യശ്രേഷ്ഠൻ. അതുമാത്രമല്ല, ഭഗവത്ഗീതയുടെ ശങ്കരഭാഷ്യം ഇന്ന് നമുക്ക് എല്ലാവർക്കും ലഭ്യമാണ്. ആ ശങ്കരഭാഷ്യത്തിൽ നമുക്ക് പറയുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുക, ആ ധർമ്മത്തെ നിലനിർത്തുവാൻ സാധിക്കുക. പ്രത്യേകിച്ച് 3-ാം അധ്യായം 10ാമത്തെ ശ്ലോകം പറയുന്നു, സഹയജ്ഞ പ്രജാസൃഷ്ട്വ പുരോവാച പ്രജാപതി അനേന പ്രശവിഷത്വം യേശതോ ഇഷ്ടകാമതുഹൂന. അപ്പം നമുക്ക് ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഇത്തരത്തിലുള്ള യജ്ഞങ്ങൾ വിജയിപ്പിക്കുവാനും ആ യജ്ഞങ്ങളുടെ ധർമ്മം എന്താണോ അത് നമുക്ക് കാമധേനു ആയ പശു നമുക്ക് എങ്ങനെയാണോ അനുഗ്രഹമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്, അതുപോലെ നമുക്ക് നിലനിർത്തി കൊണ്ടുവരാൻ ഈ അദ്വൈത സിദ്ധാന്തത്തെ സാധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആദിശങ്കരനെ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ കൊണ്ടു നടക്കാനും കേരളത്തിൽ അതിൻ്റെ അഭിവൃദ്ധി കൊണ്ടുവരാനും ആദിശങ്കരൻ്റെ വലിയൊരു ശിലാരൂപം നോർത്ത് ഇന്ത്യയിലൊക്കെ, അതായത് ഓംകാരേശ്വറിൽ 108 അടി ഉയരമുള്ള വിഗ്രഹമാണ് അവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അതിനോട് ചേർന്ന് സാംസ്കാരികവും ആധ്യാത്മികവുമായ, അതായത് സനാതന ധർമ്മത്തിൻ്റെ മൂല്യങ്ങളെ പഠിപ്പിക്കുന്ന വേദപാഠശാലയും നടക്കുന്നുണ്ട്. അതുപോലെ കേരളത്തിലും വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രവർത്തനം വിശ്വനാഥ് അർലേക്കർജി, ബഹുമാന്യനായ കേരള ഗവർണർ, ഉദ്ഘാടനം ചെയ്ത് രാജേഷ് ജിയും അതുപോലെ തന്നെ ഉദിത് ചൈതന്യജിയും എല്ലാവരും ചേർന്നുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനം നടത്തുന്നു. പ്രത്യേകിച്ച് സരിത അയ്യർ അവർ നടത്തുന്ന വലിയൊരു പ്രചോദനം നമുക്ക് ഇതിന് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുന്നു. എല്ലാവരും പങ്കാളികളാവുക. നമ്മുടെ വീടുകളിൽ ആചാര്യ ദർശനം, ഗൃഹേ ഗൃഹേ ആചാര്യ ദർശനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഏവർക്കും സാദര നമസ്കാരം. സന്ദീപിനി സാധനാലയം പാലക്കാട് അഞ്ചുമൂർത്തിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടുത്തെ മനോഹരമായ ഗോശാലയാണ്. 17 നാടൻ പശുക്കളെ ഇവിടെ സംരക്ഷിച്ച് വളർത്തുന്നുണ്ട്. ഈ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ പാലും പാലുൽപ്പന്നങ്ങളുമെല്ലാം ഇവിടുന്ന് തന്നെ ലഭിക്കുന്നു.
ഗോമാതാവ് ഈ മഹത്തായ സങ്കല്പം ക്ഷേത്രത്തോടനുബന്ധിച്ച് തന്നെ വേണമെന്ന് സ്വാമിജിക്ക് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ അനേക വർഷങ്ങളായിട്ട് ഈ ഗോശാല നന്നായിട്ട് പരിപാലിക്കുന്നു. നിളയുടെ തീരത്ത് അതിമനോഹരമായ അഞ്ചുമൂർത്തി ക്ഷേത്രം നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ എല്ലാ ഘടകങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മഹത്തായ ഒരു ക്ഷേത്രമാണ്. എല്ലാ ഭക്തജനങ്ങളും ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ സന്ദർശിച്ചാൽ ഇതിൻ്റെ മഹത്വം നിങ്ങൾക്ക് മനസ്സിലാവും. നമസ്തേ.